സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി. തന്നെ സഹായിക്കുമെന്ന് കരുതിയ ഒരു കാര്യം തന്നെ വിഴുങ്ങുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതെന്നാണ് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. സിനിമയിൽ നിലനിൽക്കാൻ സമൂഹ മാധ്യമങ്ങൾ ആവശ്യമാണെന്ന് താൻ കരുതിയിരുന്നു. എന്നാൽ അത് തന്റെ മൗലികമായ ചിന്തകളെ ഇല്ലാതാക്കി. ചെറിയ സന്തോഷങ്ങളെ പോലും ബാധിച്ചു. വിസ്മരിക്കപ്പെടാനുള്ള സാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് താൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതെന്നുമാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിപ്പ് പങ്കുവച്ചതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് ബയോയും മാറ്റി. ഐശ്വര്യലക്ഷ്മി പങ്കുവച്ച കുറിപ്പിന്റെ പരിഭാഷ ഇങ്ങനെയാണ്: ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സമൂഹ മാധ്യമങ്ങൾ അത്യാവശ്യമാണെന്ന് ഞാൻ വളരെ കാലമായി വിശ്വസിച്ചിരുന്നു. താൻ ചെയ്യുന്ന ജോലി, ഇൻഡസ്ട്രിയുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ കാലത്തിനൊത്ത് സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് താൻ കരുതി. എന്നാൽ നമുക്ക് സഹായകമാവുമെന്ന് കരുതിയ ഒന്ന് നേരെ തിരിഞ്ഞ് താൻ അതിനുവേണ്ടി എന്ന അവസ്ഥയിലെത്തിച്ചു. തന്റെ ജോലിയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ നിന്നും തന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. തന്റെ എല്ലാ മൗലിക ചിന്തകളെയും ഇല്ലാതാക്കി. തന്റെ പദസമ്പത്തിനെയും ഭാഷയെയും ബാധിച്ചു. ഒപ്പം മറ്റെല്ലാ ചെറിയ സന്തോഷങ്ങളെയും ആനന്ദത്തെയും ഇല്ലാതാക്കി മാറ്റി. ഒരേ അച്ചിൽ വാർത്തതിൽ ഒരാളാകാനും ഒരു സൂപ്പർനെറ്റിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങാനും താൻ സമ്മതിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ പാകപ്പെടുത്തലുകളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് ബോധവതിയാക്കാൻ പോലും തനിക്ക് ഒരുപാട് പരിശീലനം ആവശ്യമായി വന്നിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ അതിലും കഠിനമായി പരിശീലിച്ചു. കുറച്ചു കാലത്തിനു ശേഷം തനിക്കുണ്ടാകുന്ന ആദ്യത്തെ മൗലികമായ ചിന്തയാണിത്. വിസ്മരിക്കപ്പെടാനുള്ള ഒരു സാധ്യത താൻ ഇവിടെ ഏറ്റെടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഗ്രാമിൽ അല്ലെങ്കിൽ ഓർമ്മയിലും ഇല്ലല്ലോ. അതുകൊണ്ട് എന്നിലെ കലാകാരിക്കും ആ കൊച്ചുകുട്ടിക്കും വേണ്ടി താൻ ശരിയായ കാര്യം ചെയ്യുകയാണ്. അവളെ അവളുടെ തനിമയോടെ നിലനിർത്തിക്കൊണ്ട് ഇന്റർനെറ്റിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമാക്കാൻ താൻ തെരഞ്ഞെടുക്കുന്നു. ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമകളും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ തനിക്ക് പഴയ രീതിയിൽ സ്നേഹം തരൂ. സന്തോഷത്തോടെ നിങ്ങളുടെ ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്.